നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ രക്ഷകനായി നടക്കുന്ന അവളെ കുറുപ്പിന്റെയും ജഗന്റെയും സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി അങ്ങനെ ചില കടുങ്കൈകളൊക്കെ ചെയ്യേണ്ടി വരും. ഇടാം മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നീ ഇപ്പോ കെട്ടി എഴുന്നള്ളം പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചായ എടുത്തിട്ട് വാ. എടുത്തിട്ട് വാ. അതെ, കുറച്ച് കടുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ വിദ്യ ആളൊരു ക്രൂക്കഡ് മൈൻഡഡ് ആണല്ലോ. നോക്കാം. ഇവിടെ നടക്കുന്ന അണിയറ നീക്കങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? അതിന് നിന്നെ പോലെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഏർപ്പാട് എനിക്കില്ല. ചില സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒളിഞ്ഞു നിന്ന് തന്നെ കാര്യങ്ങൾ പിടിച്ചെടുക്കണം. ഇവിടെ നിങ്ങളുടെ അച്ഛൻ ആരെയോ ഒതുക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പെടുത്തി. ആ ഗുണ്ടകളെ ജഗൻ പരാജയപ്പെടുത്തി. അങ്ങനെ തന്റെ തന്ത്രം പൊളിച്ച ജഗനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാ. ആരെ ഒതുക്കാനാ അച്ഛൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്? ഒളിച്ചു നിന്ന് ശ്രദ്ധിച്ച എനിക്ക് അതാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും അച്ഛനിപ്പോ ജഗനോട് പണ്ടത്തെ താല്പര്യ സ്നേഹമൊന്നുമില്ല. മനസ്സിലിപ്പോ ജഗൻ ശക്തനായ ശത്രുവാ. അച്ഛനിപ്പോ ജഗനെ കാണുമ്പോഴുള്ള ചിരിയും അടുപ്പൊക്കെ വെറും അഭിനയം മാത്രം. ഈ അവസരം നമ്മൾ മുതലെടുക്കണം. ജഗനെ ഒരുപാട് പിന്നോട്ടടിച്ചെങ്കിലേ നമുക്ക് ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനാവും. നീക്കങ്ങൾ തന്ത്രപരമായിരിക്കണം. എന്നോട് ആലോചിക്കാതെ എടുത്തു ചാടി ഒരു മണ്ടത്തരവും കാണിച്ചേക്കരുത്, മനസ്സിലായോ? നിങ്ങളുടെ അച്ഛന് ഒരു കർമ്മത്തിനും കൊള്ളാത്ത കഴുതയാണല്ലോ ജിതേന്ദ്രൻ. അധികം വൈകാതെ എന്തിനും പോകുന്ന പടക്കുതിരയാണ് ജിതേന്ദ്രൻ എന്ന് തെളിയിച്ചിരിക്കണം. ഒരുപാട് രാഷ്ട്രീയ ശത്രുക്കൾ ഒതുക്കി സിംഹാസനം ഉറപ്പിച്ചവനാണ് കുറുപ്പ്. പക്ഷെ ഈ വന്ദന എന്ന പീറപ്പെണ്ണിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അതെന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, ഈ കുടുംബം തന്നെ തകർന്നു തരിപ്പണമാകും. വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയ പിന്നെന്താ ചെയ്യുക? വന്ദനയെ തകർക്കാനുള്ള നമ്മുടെ എല്ലാ കരുനീക്കങ്ങളും പൊളിച്ചെടുക്കുന്നത് സാറിന്റെ സ്വന്തം മകൻ ജഗൻ തന്നെയാണ്. എല്ലാ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ജഗനിലായിരുന്നു. അവൻ തന്നെ ഇപ്പൊ എനിക്കൊരു വിലങ്ങ് തടിയെ നിന്നാൽ വെട്ടി മാറ്റേണ്ടി വരും. ജഗനെ അല്ല, അവൻ രക്ഷകനായി നടക്കുന്ന അവളെ കുറുപ്പിന്റെയും ജഗന്റെയും സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി അങ്ങനെ ചില കടുങ്കൈകളൊക്കെ ചെയ്യേണ്ടി വരും. ഇടാം മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഇവളോടൊരു ചായ ചോദിച്ചിട്ടും മോന് ചായ. ചായ കുറച്ചു കഴിഞ്ഞ് അമ്മ അങ്ങോട്ട് പോവേ. എങ്ങോട്ട്? എടാ, ഹൽദി നടക്കുന്ന സ്ഥലത്തേക്ക്. ആരോട് ചോദിച്ചിട്ട്? ചോദിക്കാൻ അർഹതപ്പെട്ടവരോട് ചോദിച്ചിട്ട് തന്നെയാ പോകുന്നത്. ഹരിത വിളിച്ചിരുന്നു. അവള് നിനക്കൊരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ പെറ്റ വയറിന് അവളെ മറക്കാനൊന്നും കഴിയില്ല. കല്യാണ ചെറുക്കന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചടങ്ങുകൾ നടത്തി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് അവരെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്.
അതിനേക്കാൾ അംഗീകാരവും ആദരവും ഉള്ള സ്ഥാനം മറ്റെന്താ ഉള്ളത്? മകളുടെ സംബന്ധ വീട്ടുകാർ തികച്ചും ആധികാരികമായ സ്ഥാനമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ആ വിവാഹത്തിന് ഞാൻ പോകാൻ ഇറങ്ങിയാല് എന്നെയും ഇതുപോലെ തടയൂ നീ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഉണ്ടോടാ? ഒരു കുടുംബത്തിലെ എല്ലാവരും ഇവിടെ ഒരു കാര്യത്തിന് ഒറ്റ മനസ്സോടെ നിൽക്കുമ്പോ നീ മാത്രം ഇങ്ങനെ എതിർത്ത് നിക്കരുതടാ മോനെ. എടാ, നീ ഈ വിവാഹത്തിന് പങ്കെടുക്കണം. ആ, ഇല്ലെങ്കിൽ എന്നെ കൈയും കാലും കെട്ടി ബലമായിട്ട് പിടിച്ചോണ്ട് പോകും. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ സഹോദരിയെ കള്ളനെ പോലെ പതുങ്ങി വന്ന് കട്ടോണ്ട് പോയവനെ നിങ്ങൾ ചിലപ്പോ തലയിൽ കയറ്റി വെക്കായിരിക്കും. എന്നെ അതിന് കിട്ടില്ല. ഈ കാര്യത്തിൽ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. പറഞ്ഞ വാക്കിന്ന് ജഗൻ പിന്മാറില്ല. ഇവന്റെ ഒരു കാര്യം. ജഗ, ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ഏത് വിധേനയും ജഗനെ കടിഞ്ഞാണ്ടിട്ട് ഒതുക്കാനാ നിങ്ങളുടെ അച്ഛനും പാർട്ടി സെക്രട്ടറിയും ഒത്തുകൂടിയിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരവസരം. നമ്മൾ പരമാവധി മുതലെടുത്തിരിക്കണം. എന്ത് വേണമെന്നാ നീ പറയുന്നത്? അച്ഛനെയും ജഗനെയും തമ്മിൽ പരമാവധി തെറ്റിപ്പിച്ചിരിക്കണം. അതിനൊന്നും ഞാനില്ല വിദ്യേ. അതൊന്നും തുറന്നു പറഞ്ഞ് വെറുതെ തർക്കിക്കാതെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോണം. എനിക്ക് എല്ലാവരും വേണം. അയ്യോ, ഇങ്ങനെയൊരു ജന്മം! നിങ്ങളുടെ തല നിറച്ചും കളിമണ്ണാണെന്ന് നിങ്ങളുടെ അച്ഛൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് എത്രയോ വാസ്തവ. ദേ മനുഷ്യ, അനുജനെ പാടെ തഴയണമെന്നല്ല ഞാൻ പറയുന്നത്. ഇനിയുള്ള കാലം അച്ഛന്റെ വഴിയിലൂടെ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും അതിൽ മുൻനിരയിൽ നിങ്ങൾ തന്നെ ആയിരിക്കണം. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിൽ മാത്രമേ ഭാവിയിൽ നമ്മുടേതായ ഒരു സമ്പാദ്യം ഉണ്ടാവൂ. എന്താ, അങ്ങനെ ഒരു ജീവിതം ചേട്ടന്റെ സ്വപ്നത്തിലും ഇല്ലേ? അതുണ്ടാവുമല്ലോ. ആരുടെ ആട്ടും തുപ്പ് കേൾക്കാതെ മക്കളും ഒത്തുള്ള ഒരു മാതൃകാ ജീവിതം അതെന്റെ സ്വപ്നമാണ്. എന്നാ ആ സ്വപ്നം സത്യമാക്കാനുള്ള റൂട്ടാ ഞാൻ ഉപദേശിക്കുന്നത്. ജഗൻ ഏതോ ഒരു പെണ്ണുമായി പ്രണയത്തിലാണെന്ന് നിങ്ങൾക്കറിയാലോ. നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത ഇല്ലായ്മക്കാരിയായ ഏതോ ഒരു പെണ്ണായിരിക്കും അത്. ജഗൻ തന്നിഷ്ടപ്രകാരം അവളെ കെട്ടി ആ വഴിക്ക് ജീവിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതം. അങ്ങനെ വരുമ്പോ ജഗനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടുമില്ല, അവന്റെ അധപ്പതിച്ച ജീവിതത്തിന് നമ്മൾ ഉത്തരവാദികളുമല്ല. എന്താ, ആ വഴിക്ക് നീങ്ങിക്കൂടെ? ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, വേണ്ടുവോളം ആലോചിച്ചിട്ട് മതി. ചുവടുകൾ എവിടെ വെക്കണമെന്ന് ഞാൻ പറയും. അതനുസരിച്ച് ചുവട് വെച്ച് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഈ വിദ്യ തീരുമാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.